സോ യെസ്, അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഗുഡ് ബാഡ് അഗ്ലി ഫസ്റ്റ് ഡേ കണ്ട ഷോ ആയിരുന്നു. പക്ഷേ ഒരു ജോലിക്ക് കയറി ഞാൻ. അതുകൊണ്ട് അവിടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം പാസ്സായാലേ ജോലി കിട്ടും. സോ അതിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇന്നാണ് സമയം കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്. ഗുഡ് ബാഡ് അഗ്ലി. തല തല ഫാൻസിന് ഒരു വലിയൊരു ഡെഡിക്കേഷൻ തന്നെയാണ് ഈ ഒരു സിനിമയെന്ന് പറയുന്നത്. അതായത് അജിത്തിൻ്റെ ഒരു ആറാട്ടായിരുന്നു, അങ്ങനെ തന്നെ പറയാം. അജിത്തിൻ്റെ ഒരു ഫുൾ ഷോ. പക്ഷേ അതിൻ്റെ കുറേ ഫ്ലോസും ഉണ്ട്. അത് ഞാൻ പോകെ തന്നെ പറയാം. സോ യെസ്, അങ്ങനെ ഫാൻസിന് വേണ്ടി പറ്റിയ ഒരു ഷോയാണ്. അജിത്ത് ഡൈഹാർഡ് ഫാൻസിന് എല്ലാ സീൻസും റിലേറ്റബിൾ ആയിരിക്കും. കാരണം കുറേ സിനിമയുടെ റെഫറൻസുകളുണ്ട്. അജിത്തിൻ്റെ സിനിമകൾ കാണാത്തവരാണെങ്കിൽ കുറേ കൺഫ്യൂഷനാവും. കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷനാവും. കാരണം ഒരുപാട് സിനിമയുടെ റെഫറൻസുകൾ ഇങ്ങനെ പെട്ടെന്ന് വന്നു പോകുന്നുണ്ട്. അതേപോലെ വിൻറ്റേജ് നടിമാർ, വിൻറ്റേജ് സോങ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അറിയാലോ, ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മാർക്ക് ആൻ്റണി ചെയ്ത ഡയറക്ടർ തന്നെയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ഈ സിനിമയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ കറക്റ്റ് മാർക്ക് ആൻ്റണിയിൽ എന്ത് കണ്ടോ അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്തു വെച്ചേക്കുന്നത്. കാരണം അതിൽ ഒരു ഗ്യാപ്പ് എന്ന് പറയാനായിട്ട് ഒരു സമയമില്ല. ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. എൻഗേജ്ഡ് മീൻസ് BGM കൊണ്ടും സ്ലോ മോഷൻ കൊണ്ടും എല്ലാ രീതിയിലും. അതായത് ടപ്പ് സീൻസ് ഇങ്ങനെ വന്ന് പൊക്കോണ്ടിരിക്കും. നമുക്ക് ആലോചിക്കാനായിട്ട് ഒന്നുമില്ല അതിൽ. ആലോചിക്കാനായിട്ട് ഒന്നും കിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ലോജിക്ക് എന്ന് പറയുന്ന സാധനം ആലോചിക്കാനേ പാടില്ല. ലോജിക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ബുദ്ധിജീവികൾക്ക് പറ്റിയ പടമേ അല്ല ഇത്. ഇത് ഫാൻസിന് വേണ്ടി ഒരു ട്രീറ്റ് അജിത്ത് തന്നു. അത്രയും മാത്രം നോക്കുക, പോയി കാണുക. അല്ലാതെ വലിയ എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അജിത്ത് ഫാൻ അല്ലാത്തവരും അജിത്തിൻ്റെ സിനിമകൾ കാണാത്തവരുമാണെങ്കിൽ ഈ സിനിമയ്ക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ പൈസ കളയാം, സമയം കളയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ലോജിക്കും ഇല്ല, കഥയൊന്നും നോക്കേ വേണ്ട, ഒന്നും വേണ്ട. അജിത്തിനെ ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പുള്ളിയുടെ സ്വാഗും പുള്ളിയുടെ ഡ്രസ്സിങ്ങും പുള്ളിയുടെ ഫൈറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് മാത്രം കാണാനായിട്ട് പോവുക. അത് മാത്രമേ എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അജിത്ത് ഫാനല്ല. സോ കുറേ സീൻസൊന്നും എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഓക്കെ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അജിത്തിൻ്റെ സിനിമകൾ സീൻ ബൈ സീൻസ് ഓർമ്മ ഉള്ളവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അത് എൻജോയ് ചെയ്യാനും പറ്റും. ഇപ്പോൾ എന്നെ പോലുള്ളവരാണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകും. എന്തായി ഉദ്ദേശിച്ചത്, ആ ഒരു രീതിയിലായി പോകും. കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ഓക്കെ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സീൻ ബൈ സീൻസ് ഓർമ്മയുള്ളവരാണെങ്കിൽ പോയി കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ ഞാൻ പോയി കണ്ടതെന്ന് പറഞ്ഞാൽ തമിഴ് ഓഡിയൻസിൻ്റെ ഇടയിലാണ്. തമിഴ് ഓഡിയൻസിനും അജിത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, എൻ്റെ അമ്പു ഒരേ ബഹളം തന്നെയായിരുന്നു. അത് വേറൊരു വൈബ് തന്നെയായിരുന്നു. ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അജിത്ത് തന്നെയാണ്. അല്ലാതെ അതിൽ വേറെ പോസിറ്റീവ് ഒന്നും ഞാൻ കണ്ടില്ല. ശരിക്കും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം ഈ മാർക്ക് ആൻ്റണിയിലാണെങ്കിൽ നമുക്ക് കാണാം ഈ എസ് ജെ സൂര്യ ആ പടത്തിന് നൽകിയ ഒരു ഹൈപ്പുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പുണ്ട്. അത് ഒന്ന് റൈസ് ചെയ്യാനായിട്ടുള്ളൊരു ഹെൽപ്പുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതിലില്ലായിരുന്നു. അജിത്ത് മാത്രം. എല്ലാം മീൻസ് ലിറ്ററലി ആ സിനിമ ഫുള്ള് അജിത്തിൻ്റെ ഷോൾഡറിലായിരുന്നു. അങ്ങനെ തന്നെ പറയാം. മാർക്ക് ആൻ്റണിയിലോട്ട് പോകുമ്പോൾ എന്താണ്, SJ സൂര്യ ആയാലും വിശാലായാലും ഒരേ രീതിയിൽ അഭിനയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിൽ SJ സൂര്യ പോലെ ഒരു ക്യാരക്ടർ മിസ്സിങ് ആയിരുന്നു ശരിക്കും. അർജുൻ ദാസൊക്കെ വന്നപ്പോൾ ഇച്ചിരി ഒന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് തിയേറ്റർ റൈസായെങ്കിലും, പക്ഷേ അതുപോലെ തന്നെ താന്നു പോവുകയും ചെയ്തു. അജിത്തിനെ കാണിക്കുമ്പോൾ മാത്രമായിരുന്നു ലിറ്ററലി ആ തിയേറ്റർ ഒന്ന് ഓണാവുന്നത്. ബാക്കി എല്ലാം ഞാൻ പറഞ്ഞല്ലോ, അർജുൻ ദാസ് വന്നു കുറച്ച് നേരം ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെയിം. എനിക്ക് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര വെറുപ്പീര് പോലെ തോന്നി തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തമിഴ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നാണ് കണ്ടത്. ഞാൻ PVRലാണ് പോയത്. പക്ഷേ തമിഴ് ഓഡിയൻസ് ആയിരുന്നു കൂടുതലും. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ എൻട്രി തൊട്ട് ലാസ്റ്റ് വരെ അതിൻ്റെ ഇടയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സീൻസ് അത്രയും എല്ലാവരും ഇരുന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ഈ മൊബൈൽ ഷൂട്ട് ചെയ്ത് കാണാനാണെങ്കിൽ എന്തിനാണ് ഈ തിയേറ്ററിലോട്ട് വരുന്നത്? എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എൻ്റെ തൊട്ടിപ്പുറത്തിരുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ തമിഴ് സംസാരിക്കുന്ന കേട്ടു. പുള്ളിക്കാരൻ അജിത്തിൻ്റെ എൻട്രി തൊട്ട് എല്ലാ സാധനവും വീഡിയോയിൽ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ സ്ക്രീനിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ എന്തിനാണ് ഈ തിയേറ്ററിലോട്ട് വരുന്നത്? എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഷൂട്ട് ചെയ്ത അപ്പോഴും തന്നെ അത് സ്റ്റാറ്റസും സ്റ്റോറിയും ആക്കുന്നു. ഓരോ സീൻ ബൈ സീൻസ്. ശരിക്കും ഇത് നടന്ന സംഭവമാണ്.
എന്തിനാണ് തിയേറ്ററിലോട്ട് വരുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ ഡൈ ഹാർഡ് ഫാൻസ് അജിത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഈ റിവ്യൂസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ നെഗറ്റീവ്സാണ്. നെഗറ്റീവ്സ് എന്ന് പറയാൻ ഒന്നാമത്തെ പോസിറ്റീവ് ഞാൻ പറഞ്ഞില്ല അജിത്ത്, അതുപോലെ തന്നെയാണ് നെഗറ്റീവ് അജിത്ത്. അജിത്തിൻ്റെ സ്വാഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നല്ല രീതിക്കുള്ള സ്വാഗാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഈ സ്വാഗ് കാണിക്കലാണ്. ഒരു 3-4 എൻട്രി ഉണ്ട് പുള്ളിക്കാരൻ. അത് എന്തിനാണോ എന്തോ, ഞാൻ പറഞ്ഞില്ല ഫാൻസിനെ തൃപ്തിപ്പെടുത്താനായിരിക്കും. പക്ഷേ ഒരു നോർമൽ ഓഡിയൻസിന് അത് ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. ഒരുപാട് എൻട്രി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. എൻട്രി ഇത് തന്നെയാണ്. സ്ലോ മോഷൻ നടത്താം അത്രേ ഉള്ളൂ. BGM ഇടുക, സ്ലോ മോഷൻ ഇടുക, നടക്കുന്നു, അത്രേ ഉള്ളൂ ഫസ്റ്റ് ഹാഫ്. ശരിക്കും കഥ ശരിക്കും പറഞ്ഞാൽ ഒരു കൂടിപ്പോയ ഒരു മണിക്കൂർ എങ്ങാനും കാണും കഥയെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഫുള്ള് സ്വാഗ്, പണ്ടത്തെ പാട്ടുകൾ, ഫൈറ്റിനിടയിലെ തമാശകൾ, അങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ ഞാൻ പറഞ്ഞല്ലോ, ഒരു നോർമൽ ഓഡിയൻസ് എന്ന രീതിക്ക് പോയി കാണരുത്. ഒരിക്കലും അത് കാണരുത്. ഒരിക്കലും അത് ഇഷ്ടപ്പെടാനും പോകുന്നില്ല. അത് 100% ഉറപ്പാണ്. നിങ്ങൾ അജിത്ത് ഫാനാണോ, പോയി കണ്ടോളൂ. 100% ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സീൻ ബൈ സീൻസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് നോർമൽ ഓഡിയൻസ് പ്ലീസ് പോകരുത്. പൈസ പോവും, എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പൈസയും പോവും, നിങ്ങളുടെ സമയവും പോവും. അഥവാ ഇത് കാണാൻ പോകുന്നുണ്ടെങ്കിൽ നല്ല സൗണ്ട് സിസ്റ്റവും നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ പോയി ഒരു 2-2.5 മണിക്കൂർ കളയാം, ചുമ്മാ പൈസ കളയാം എന്നല്ലാതെ വേറെ ഒരു ഉപയോഗവും ഇല്ല. അതേപോലെ അജിത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടില്ല, സീൻ ബൈ സീൻസ് ഒന്നും അറിയില്ല എങ്കിൽ പോയി കാണാതിരിക്കുക. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതെന്തുമായി കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അവസാനം ഈ ഒരു ബോർ സിനിമയായിട്ട് തോന്നും നിങ്ങൾക്ക്. സോ പോവാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്.